എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നീതങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. ദൈവാരാധനയെ കുറിച്ച് മോശ പറയുമ്പോൾ ഒത്തുതീർപ്പ് വ്യവസ്ഥയുമായി വരുന്നത് ഫറവോയാണ്. എന്നിട്ടും അതെല്ലാം തിരസ്കരിക്കപ്പെടുന്നു. കാരണം എന്താണ്? ദൈവാരാധനയെ കുറിച്ച് മോശ പറയുന്നത് തന്നെയാണ് സത്യം, വേദം, വാക്യവും. ഏത് ആരാധനാ വൈവിധ്യം ഉപയോഗിക്കുമ്പോഴും സഭയുടെ അംഗീകാരം അതിന് വേണം. അതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ. അതിനൊപ്പം സഭ നിഷ്കർഷിക്കുന്ന ആരാധനാക്രമം തന്നെയാകും സഭയുടെ എല്ലാ ഇടവകളിലും വൈദികർ പിന്തുടരേണ്ടത്. അപ്പോഴും അതിലും സംശയമുണ്ടാകാൻ വഴിയില്ല. ആരാധനാ പാരമ്പര്യങ്ങളുടെ വൈവിധ്യത്തിനിടയിൽ ഐക്യം ഉറപ്പുവരുത്തുന്ന മാനദണ്ഡം അപ്പസ്തോലിക പാരമ്പര്യത്തോടുള്ള വിശ്വസ്തത തന്നെയാണ്. ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ പേരിൽ തലശ്ശേരി രൂപതയ്ക്കുണ്ടായ ആ കളങ്കമിത ഇവിടെ കഴുകിക്കളയുകയാണ് ദൈവിക പ്രഭയുള്ള ഒരു വൈദിക ശ്രേഷ്ഠൻ. സഭയിലെ വൈദികനും സർവോപരി വിമതനും ആരാധനാക്രമ പണ്ഡിതനുമായ ഡോക്ടർ ആന്റണി നരിക്കുളം ഒത്തുതീർപ്പിലെ ഉതപ്പുകൾ എന്ന പേരിൽ തയ്യാറാക്കിയ ഒരു വീഡിയോയിൽ ഒത്തുതീർപ്പ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ ആന്റണി നരിക്കുളം വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഒത്തുതീർപ്പാക്കിയത്? വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയാണോ? ആ വീഡിയോ കണ്ടിട്ട് താമരശ്ശേരി രൂപതയിലെ ഫാദർ ജോസഫ് കളത്തിൽ ചോദിച്ചതാണിത്. അതിൽ 1999 സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ ഏകകണ്ഠമായി പ്രഖ്യാപിച്ചതും 2021 സീറോ മലബാർ സഭയിലെ 34 രൂപതകളിൽ നടപ്പാക്കിയതുമായ ഏകീകൃത വിശുദ്ധ കുർബാനയെ പറ്റിയാണ് പറയുന്നത്. ഏകീകൃത വിശുദ്ധ കുർബാനയെ ഒരുതരം ഒത്തുതീർപ്പായിട്ടാണ് നരിക്കുളം അവതരിപ്പിക്കുന്നത്. എന്താണ് അവതരണം? ഇന്ന് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാന എന്നത് വചന ശുശ്രൂഷ ജനാഭിമുഖവും അനാഫോറയുടെ ഭാഗം അൽത്തരാഭിമുഖവുമായ ഏകീകൃത വിശുദ്ധ കുർബാന തന്നെയാണ്. ഫാദർ ജോസഫ് കളത്തിൽ വീണ്ടും ചോദിക്കുന്നു, സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയിൽ ആരുമായിട്ടാണ് ഒത്തുതീർപ്പുണ്ടാക്കേണ്ടത്? റോമിലെ പൗരസ്ത്യ തിരുസംഘവുമായിട്ടാണോ അതോ മാർപ്പാപ്പയുടെ നേരിട്ടാണോ ഈ വിമതർ ഒത്തുതീർപ്പുണ്ടാക്കേണ്ടത്? വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയെക്കുറിച്ച് പൗരസ്ത്യ തിരുസംഘം സീറോ മലബാർ സഭയ്ക്ക് നൽകിയ നിർദ്ദേശം എന്താണെന്ന് ഈ പശ്ചാത്തലത്തിൽ ഫാദർ നരിക്കുളം ഉൾപ്പെടെ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. 1983 വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ച് സീറോ മലബാർ സഭയ്ക്ക് നൽകിയ നിർദ്ദേശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കാർമ്മികൻ കിഴക്കിന് അഭിമുഖമായാണ് നിൽക്കേണ്ടത്, ജനങ്ങളുടെ നേരെയല്ല. ഇതാണ് വടവാതൂരിന്റെ 1999 ഇറങ്ങിയ റോമൻ ഡോക്യുമെന്റ്സ് ഓൺ ദി സീറോ മലബാർ ലിറ്റർജി പേജ് 83, ഒബ്സർവേഷൻസ് ഓൺ ദി ഓർഡർ ഓഫ് ദി ഹോളി മാസ് ഫ്രം ദി സേക്രഡ് കോൺഗ്രിഗേഷൻ ഫ്രം ദി ഓറിയന്റൽ ചർച്ചസ് ഇൻ 1983. ഇങ്ങനെ അതിൽ പറയുന്നത്. 1996 പൗരസ്ത്യ തിരുസംഘം പ്രസിദ്ധീകരിച്ച ഇൻസ്ട്രക്ഷൻസ് ഫോർ അപ്ലൈയിങ് ദി ലിറ്റർജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് ദി കോഡ് ഓഫ് കാനൺസ് ഓഫ് ദി ഈസ്റ്റേൺ ചർച്ചസ് എന്ന രേഖയിലും നമ്പർ 117 കാർമ്മികൻ കിഴക്കിന് അഭിമുഖമായി ബലിയർപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. ഇവിടെ ആ ചോദ്യം ഉദിക്കുന്നു, സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയിൽ ആരുമായിട്ടാണ് ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടാക്കേണ്ടത്? റോമിലെ പൗരസ്ത്യ തിരുസംഘവുമായിട്ടാണോ അതോ മാർപ്പാപ്പയോട് നേരിട്ടാണോ? ഡോക്ടർ ആന്റണി നരിക്കുളത്തിന്റെ അഭിപ്രായത്തിൽ ലിറ്റർജിയുടെ പാരമ്പര്യം അനുസരിച്ച് നോക്കിയാൽ ഏകീകൃത വിശുദ്ധ കുർബാന അഥവാ വിശുദ്ധ കുർബാനയിലെ 50:50 എന്നത് അപ്രസക്തം തന്നെയാണ്. കാരണം അത് ചരിത്രത്തിൽ ഇല്ലാത്ത ഒന്നാണ്. പൂർണ്ണമായും അൾത്താരാഭിമുഖമോ പൂർണ്ണമായും ജനാഭിമുഖമായ കുർബാന അംഗീകരിക്കാം. എന്നാൽ 50-50 അനുപാതം അസ്വീകാര്യമാണെന്നാണ് ആന്റണി നരിക്കുളത്തിന്റെയും അഭിപ്രായം. ഇവിടെ ന്യായമായും ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്. ഫാദർ ജോസഫ് കളത്തിൽ വീണ്ടും ചോദിക്കുകയാണ്, ഡോക്ടർ ആന്റണി നരിക്കുളം, രണ്ടാം വത്തിക്കാൻ കോൺസിലിന് ശേഷം അനൗദ്യോഗികമായി ലത്തീൻ സഭയിൽ പ്രചരിച്ച ജനാഭിമുഖ രീതിയെ അംഗീകരിക്കുന്ന താങ്കൾക്ക് എന്തുകൊണ്ട് 1999 സീറോ മലബാർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ചതും 2021 സഭയിൽ ആകമാനം പ്രാവർത്തികമാക്കിയതുമായ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതിയെ എന്തുകൊണ്ട് താങ്കൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല? 99 സിനഡ് തീരുമാനം നിലനിൽക്കുന്നതാണ്. അതൊരു തരത്തിലും റദ്ദാക്കപ്പെട്ടിട്ടില്ല. തൽക്കാലത്തേക്ക് ആ തീരുമാനം നടപ്പാക്കാതെ ഇരിക്കുകയാണ്. അതാണ് അന്നതിന് ഡിസ്പെൻസേഷൻ ഒഴിവ് നൽകിയതിലൂടെ സംഭവിച്ചത്. 2021 സീറോ മലബാർ സഭയിൽ ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പാക്കാൻ മാർപ്പാപ്പയെ ചിലർ ഇൻസ്ട്രുമെന്റലാക്കി എന്ന് ആരോപിക്കുന്ന
നരിക്കുളം, താങ്കൾ തന്നെ അതേ വർഷം ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലിനൊപ്പം റോമിൽ നേരിട്ട് പോയി സിനഡ് തീരുമാനത്തിനെതിരെ ഡിസ്പെൻസേഷൻ വാങ്ങിയപ്പോൾ താങ്കളും ആ മാർപ്പാപ്പയെ ഒരു ഇൻസ്ട്രുമെന്റിലാക്കുകയല്ലേ ചെയ്തതെന്ന് ആരെയും ചോദിച്ചാൽ എങ്ങനെ കുറ്റപ്പെടുത്താനാകും അവരെ? അത് ജോസഫ് കളത്തിൽ വീണ്ടും നരിക്കുളത്തിനോട് ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുകയാണ്. വിശുദ്ധ കുർബാനയിലെ വ്യത്യസ്ത രീതികളെ ആരാധനാ വൈവിധ്യങ്ങളായിട്ടാണ് താങ്കൾ താങ്കളുടെ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വൈവിധ്യങ്ങളിൽ ഒന്നാണ് ജനാഭിമുഖ കുർബാന എന്നും താങ്കൾ പറയുന്നു. ഇവിടെ ഒരു കാര്യം പ്രസക്തമാണ്. ഏത് ആരാധനാ വൈവിധ്യം ഉപയോഗിക്കുമ്പോഴും സഭയുടെ അംഗീകാരം അതിന് വേണം എന്നതാണത്. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ആരാധനാ പാരമ്പര്യങ്ങളുടെ വൈവിധ്യത്തിനിടയിൽ ഐക്യം ഉറപ്പുവരുത്തുന്ന മാനദണ്ഡം അപ്പസ്തോലിക പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയാണ്. സത്യത്തിന്റെ പ്രവാചകനായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന ഫാദർ നരിക്കുളം, താങ്കൾ സീറോ മലബാർ സഭയുടെ ആരാധനാ ക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാലാകാലങ്ങളായി പൗരസ്ത്യ തിരുസംഘം നൽകുന്ന സത്യം സ്വീകരിക്കാൻ സന്നദ്ധനാണോ? ഈ സഭയുടെ നന്മയെ സ്വീകരിക്കാൻ സന്നദ്ധനാണോ? അനേകം വൈവിധ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ജനാഭിമുഖമെന്ന് അംഗീകരിക്കുന്ന താങ്കൾക്ക് ഏകീകൃത വിശുദ്ധ കുർബാന എന്തുകൊണ്ടാണ് ഒരു വൈവിധ്യമായി അംഗീകരിക്കാൻ സാധിക്കാത്തത്? സീറോ മലബാർ സഭയെ ഒരു കുടക്കീഴിൽ നിർത്തുന്ന ഏകീകൃത വിശുദ്ധ കുർബാനയെ സഭ ആഗ്രഹിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയെ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തെരുവിലേക്ക് വലിച്ചിഴക്കുകയും ഇതൊരു പ്രശ്നമായി വളർത്തുകയും ചെയ്യുന്നത് ആരാണ്? പൂർണ്ണമായും അൾത്താര അഭിമുഖ രീതിയും പൂർണ്ണമായ ജനാഭിമുഖ രീതിയും അംഗീകരിക്കാൻ സാധിക്കുന്ന താങ്കൾക്ക് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി അംഗീകരിക്കാൻ സാധിക്കാത്തതിന് താങ്കളുടെ സൈദ്ധാന്തിക കടുംപിടുത്തം അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരുമോ? നിർഭാഗ്യവശാൽ ആരാധനാക്രമത്തെ സഭയിൽ നിന്ന് വേർപ്പെടുത്തിയത് താങ്കൾ കാണുന്നു. ഫാദർ നരിക്കുളം, അങ്ങനെ വരുമ്പോൾ വിശുദ്ധ കുർബാന എന്നത് കേവലം ഒരു ഒത്തുതീർപ്പിന്റെ ഒരു വിഷയമായി മാത്രം മാറുന്നു. ഇവിടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗറുടെ ലിറ്റർജിയുടെ ചൈതന്യം എന്ന ഗ്രന്ഥത്തിൽ ചില ഭാഗങ്ങൾ ഈ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമാണ്. ഈ ഗ്രന്ഥത്തിലെ ആദ്യത്തെ അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ മോശയും ഫറവോയും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ദൈവാരാധനയെ കുറിച്ച് മോശ സംസാരിക്കുമ്പോൾ ഒത്തുതീർപ്പുകളുമായി വരുന്ന ഫറവോയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ദൈവാരാധനയുമായി ബന്ധപ്പെട്ട് ഫറവോ നടത്തിയ എല്ലാ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളും തിരസ്കരിക്കപ്പെട്ടതിനെ കുറിച്ച് മാർപ്പാപ്പ ഇപ്രകാരം എഴുതുന്നു: ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നത് രാഷ്ട്രീയ പ്രായോഗിക തലത്തിൽ വരുന്ന കാര്യമല്ല. അത് ദൈവത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അതിനാൽ അത് രാഷ്ട്രീയ ഒത്തുതീർപ്പാകുന്ന മത്സരക്കളിയുടെ നിയമങ്ങളെ ഒഴിവാക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയും ചോദിച്ചതിലൂടെ കൂടുതൽ ധന്യനാകുകയാണ് ഫാദർ ജോസഫ് കളത്തിൽ. തലശ്ശേരി രൂപതയുടെ ഈ ധാർമ്മികത നിറഞ്ഞ വൈദിക ശ്രേഷ്ഠന് മുന്നിൽ ഉത്തരം നൽകാനാകാതെ അടിപതറി നിൽക്കുകയാണ് വൈദികനും ആരാധനാക്രമ പണ്ഡിതനുമായ ഡോക്ടർ ആന്റണി നരിക്കുളം.